ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓസ്കാർ ഫോട്ടോഗ്രാഫി ചെറുപുഴ. പുത്തൻ പുതിയ സൗഭാഗ്യ സമ്മാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വ്യാഴാഴ്ച ഭാഗ്യക്കുറി കാരുണ്യ പ്ലസ് കാരുണ്യ. രമേശേട്ടാ, ഞാൻ ആകെ പാടെ ഒരു വലിയൊരു പ്രശ്നത്തിൽപ്പെട്ടിട്ടാവുന്നത്. അത് എനിക്കൊരു ആശുപത്രി കേസായിട്ട് ലേശം പൈസയുടെ അത്യാവശ്യം. ഒരു 2000 രൂപ ഒറ്റ ആഴ്ചത്തേക്കൊന്ന് വായ്പ തരുമോ? വലിയൊരു പൈസ കിട്ടാനുണ്ട്, പക്ഷെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടിലുള്ള ഒരു അവസ്ഥയാണ്. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തരാം, തീർച്ചയായിട്ടും തരും. എല്ലാത്തിനും എടുത്തു വരാൻ പൈസ ഒന്നുമില്ല. ഇന്നിപ്പോ ഈ ലോട്ടറി വിറ്റ് അതിന്റെ പൈസ വൈകുന്നേരം കൊടുക്കണം. നോക്കാം, എന്റെ ഒരു ബുദ്ധിമുട്ടിട്ട് ഒരാൾ വന്നല്ലേ. ഒരു 2000 ഞാൻ എന്റെ നോക്കട്ടെ, ഇല്ലത് തരാം. 2000 ഒരു 1500 രൂപ ഞാൻ തരാം. ഉണ്ടെങ്കിൽ 2000 താ. 1500 രൂപ ഉള്ളെങ്കിലും 2000 തന്നാൽ ആകെ എന്റെ കയ്യിൽ 2000 ഉള്ളൂ. 1500 താ. 1500 തരാം. അത് ബാക്കി ഞാൻ എന്തെങ്കിലും ഇതാക്കാം. മനുഷ്യന്റെ അതെ, ആശുപത്രിക്കാരി ആയതുകൊണ്ടാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, വലിയ ഉപകാരം കേട്ടോ. ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ കണ്ടോളാം, ഞാൻ തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. വലിയ ഉപകാരം. ചേട്ടാ, ലോട്ടറി ഇന്നത്തെ ഉണ്ട്, നാളത്തെ ഉണ്ട്. ഇന്നത്തെ ചില്ലറൊന്നുമില്ല, ചില്ലറ ഒരു ലോട്ടറി മതി. രണ്ടെണ്ണോ? ഒന്നാമത് എനിക്ക് 75 ലക്ഷം ഇത് തന്നെ. എനിക്ക് 75 ലക്ഷം അടിച്ചതാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പൊ ബാക്കി വേണ്ടേ? ബാക്കി വേണം. അയ്യോ, അത് മുഴുവൻ പൈസ കേട്ടാണല്ലോ. ഇതൊക്കെ കൊടുക്കേണ്ട പൈസ. ഇതെല്ലാം ലോട്ടറിക്കാരന്റെ സ്വന്തമല്ല. ഇത് ലോട്ടറി എടുക്കുന്നവന് തുച്ഛമായ പൈസ കിട്ടും. ഇത് നിങ്ങൾ ബാക്കി. ഓക്കെ, കാണാം. അടിച്ചു കഴിയുമ്പോ അടിച്ചാ നിങ്ങളെ വിളിക്കും ഞാൻ. ഹലോ ലിൻസേ, നീ ഒരു ഉപകാരം എനിക്ക് തരണം. എന്നാന്നറിയോ, ആ ബിജുവിന്റെ സാധനം എനിക്ക് മുഴുവൻ എനിക്ക് തരണം. എന്നുവെച്ചാൽ അത് ഞാൻ പൈസ എത്ര പൈസ ആണെങ്കിലും എന്റെ പൈസ ഉണ്ട്, അത് ഞാൻ മേടിക്കാൻ റെഡിയാണ്. ഒരു കുഴപ്പമില്ല മോനെ. നീ നാളെ അല്ല മറ്റന്നാൾ 5 ദിവസമുള്ള ഞാൻ എഗ്രിമെന്റ് ചെയ്യും. പൈസ എന്റെ ഇഷ്ടം പോലെ ഉണ്ട്. ലോട്ടറി അടിച്ചടാ, ഒന്നും പേടിക്കണ്ട. ഓക്കെ ബിജോട്ടാ, എന്നാ സാറേ, ഇന്നൊരു വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിട്ട് ബിജോട്ടിനെ ഒന്ന് ചെറുതായിട്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്ന ഒരു 50,000 രൂപ ഒരു 3 ദിവസത്തേക്ക്. എന്റെ പൊന്ന് സാറേ, ഞാൻ ഒരു പൈസ തരുമോ? ഞാൻ 6 കോടിയുടെ സ്വന്തം അതിന്റെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോകും. അതിന്റെ പൈസ എണ്ണിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു ദിവസത്തേക്ക് ഇല്ല തരുവായിരുന്നു. ഇന്ന് കൊടുത്തില്ല, എനിക്ക് ആ സ്ഥലം കിട്ടൂല. അത്ര അത്യാവശ്യമാണ്. അച്ചായ, ഞാൻ അച്ചായനെ ഒന്ന് നോക്കി വീട്ടിലേക്ക് വരുമായിരുന്നു. എന്താ പ്രശ്നം? ഒരു വളരെ അത്യാവശ്യമായ ഒരു കാര്യമുണ്ട്. അച്ചായൻ എവിടെയെങ്കിലും പോവാ? ഞാനൊന്ന് ബാങ്കിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അതെയോ? എടാ, ഞാനേ ഒരു സിനിമയുടെ കേസുകെട്ടുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കപ്പോ. അതെ, ഞാൻ വന്നതിനറിയോ? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് 1 ലക്ഷം രൂപ ഒരു ലോണൊന്ന് പുതുക്കി വെക്കാൻ വേണ്ടിട്ട് ഒന്ന് വേണമായിരുന്നു. ഒരു ഒറ്റ ആഴ്ചത്തേക്ക്. നടക്കൂല മോനെ. കാരണം ഒരു സിനിമയുടെ പ്രൊജക്റ്റുമായിട്ട് ഞാനിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന് 1-2 പൈസയല്ല, അത് വലിയ കോടികളുടെ ഇടപാടാണ്. അല്ല, അത് ഞാൻ അറിഞ്ഞായിരുന്നു. അതിന് 5-6 മാസം താമസമുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഒന്നുമല്ല, ഒറ്റ ആഴ്ചത്തേക്ക്. ഒരു ചെറിയ ഹെൽപ്പ്. നടക്കൂല. ഞാൻ പലരെ സഹായിച്ചിട്ടുണ്ട്, സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആളാ. പക്ഷെ ഒരു ആവശ്യത്തിന് വേണ്ടി വെച്ച പണം അതിനല്ലാണ്ട് പിന്നെ ഞാൻ വേറൊന്നിനും എടുക്കൂല. അതെന്റെ നിർബന്ധ ബുദ്ധിയാണ്. അപ്പൊ മോനൊരു കാര്യം ചെയ്യും, ഈ നാട്ടില് ഇഷ്ടംപോലെ പണക്കാർ വേറെ ആണല്ലോ, അവരെ ആരെങ്കിലും പോയി സമീപിക്കുകയും. ഹലോ, കൺഗ്രാജുലേഷൻസ്. ഞാൻ താങ്കൾ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? എന്താണ് താങ്കൾ എനിക്ക് കൺഗ്രാജുലേഷൻ പറയാൻ കാരണം? ഈ വർഷത്തെ ന്യൂ ഇയർ ബമ്പർ 25 കോടി താങ്കൾക്കാണ് അടിച്ചിരിക്കുന്നത്. അല്ല, അത് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പൊ താങ്കൾ അത് പറഞ്ഞു വരാൻ കാരണം? ഞങ്ങളുടെ ബാങ്കിലേക്ക് നിക്ഷേപിക്കണം. നിങ്ങളുടെ ബാങ്കിലേക്ക് ഞാൻ ഒരിക്കലും നിക്ഷേപിക്കാനാ. എന്തുകൊണ്ട്? ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ലോൺ അന്വേഷിച്ചിട്ട് നിങ്ങളുടെ ബാങ്കിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ലോകത്തില്ലാത്ത എല്ലാ നിയമങ്ങളും, അത് വേണം ഇത് വേണം, ഒത്തിരി കാര്യങ്ങൾ, സിവിൽ സ്കോർ പോരാ, 850 ഉണ്ടായാലേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ബാങ്കിന്റേതായിട്ടുള്ള ഉണ്ട്. ആയിക്കോട്ടെ, എനിക്ക് എന്റേതായ പ്രൊസീജിയറും ഉണ്ട്. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാൽ എന്റെ ഒരു ആവശ്യ സമയത്ത് എനിക്ക് സഹായം ചെയ്തത് നമ്മുടെ നാട്ടിലെ തന്നെ ടൗൺ ബാങ്കാണ്. ഒരു ലോൺ എടുക്കാൻ പോകുമ്പം എനിക്കത് സൗകര്യത്തിന് ആ സൊസൈറ്റി ബാങ്കിൽ നിന്നും എനിക്കത് കിട്ടി. അപ്പം സഹകരണ ബാങ്കുകളാണ് ജനങ്ങളുടെ ആവശ്യത്തിന് പലപ്പോഴും കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്റെ നിക്ഷേപം അവിടെ ആയിരിക്കും. ഞങ്ങളുടെ ബാങ്കുമായിട്ട് താങ്കൾ സഹകരിക്കണം. നിങ്ങളുടെ ബാങ്കുമായിട്ട് സഹകരിക്കാൻ മാത്രമുള്ള സ്നേഹം എന്നോട് നിങ്ങൾ കാണിച്ചിട്ടില്ല. പക്ഷെ ചെറിയൊരു പങ്ക് ഇവിടുത്തെ എല്ലാ ബാങ്കുകൾക്കും ഞാൻ കൊടുക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോ മോനെ പരീക്ഷിക്കാൻ വന്നായിരുന്നല്ലേ? എന്റെ അച്ചായ, ഞാന് ഈ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും മുതലാളിമാരും എന്നും കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ
ഓരോ ആൾക്കാരുടെയും മനോഭാവം എന്താണെന്ന് അറിഞ്ഞിട്ട് അർഹതപ്പെട്ടവരുമായിട്ട് മാത്രം എനിക്ക് കിട്ടിയ ആ ലോട്ടറിയിൽ നിന്നുള്ള വിഹിതം പങ്ക് കൊടുക്കാനാണ്. ഞാൻ രമേശന് ഒരു വീട് വെച്ച് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ മനുഷ്യൻ ഈ ലോട്ടറി കൊണ്ട് ഉപജീവനം നടത്തി പോകുന്നു. എന്റെ ഒരു ആവശ്യം പറഞ്ഞപ്പോ പുള്ളി 2000 രൂപ ആകെ ഉള്ളൂ, അതിൽ 1500 രൂപയും എനിക്ക് തന്നു. എനിക്കൊരു ആശുപത്രി കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്റെ സാഹചര്യങ്ങളോ ഇല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും മേടിക്കാനോ അല്ല പറഞ്ഞു. അച്ചായൻ എനിക്ക് നല്ല ഉപദേശങ്ങൾ തന്നു. വേറെ മുതലാളിമാരെയൊക്കെ പോയി കാണാൻ പറഞ്ഞു. ഒന്നും വേണ്ട, എനിക്ക് വേണ്ടിയിട്ടുമല്ല. പക്ഷെ ഓരോരുത്തരുടെ മനോഭാവം തിരിച്ചറിഞ്ഞ് വേണം. അങ്ങനെയുള്ളവർ നല്ല സുഹൃത്തുക്കളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലും സഹായ മനസ്ഥിതി ഉള്ളവരുമായിട്ടല്ലേ തിരിച്ചുള്ള സഹകരണം ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് അച്ചായനോട് യാതൊരു വിരോധം ഉണ്ടായിട്ടില്ല. എനിക്ക് സ്നേഹം തന്നെ ഉള്ളൂ. പക്ഷെ അച്ചായൻ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാണ്, ശരിയാണ്. അതിനുവേണ്ടി വെച്ച പൈസ വേറെ കണ്ടവാനും ചെലവഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്തോ ആയിക്കോട്ടെ, മോന്റെ ഈ മഹാമനസ്കതയ്ക്ക് അച്ഛന്റെ എല്ലാവിധ ആശീർവാദം. ആയിക്കോട്ടെ അച്ചായ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ മനുഷ്യരെ കാണുന്നത് അവരുടെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലായി. ഒരാളുടെ അടിയന്തര അത്യാവശ്യ ഘട്ടത്തിൽ മറ്റൊരാൾ എത്രമാത്രം അയാൾക്ക് പ്രിയങ്കരനായി മാറുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ ഒരു സഹായത്തിന് അയാൾ എത്തിച്ചേരുന്ന ഒരു വേഗം, അതിനുവേണ്ടി ചെയ്യുന്ന പ്രയത്നം ഒക്കെ വിലയിരുത്തിയാൽ മതി. പലപ്പോഴും നമ്മുടെ സമ്പത്ത് കണ്ടുകൊണ്ട് മാത്രം അടുത്തുകൂടുന്ന സൗഹൃദങ്ങളെക്കാൾ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ ബുദ്ധിമുട്ടിൽ സഹായിക്കുന്ന പട്ടിണിപ്പാവങ്ങളായ ഉപജീവനത്തിന് വേണ്ടി ലോട്ടറി കച്ചവടം ചെയ്യുന്നവരും കൂലിപ്പണി എടുക്കുന്നവരും ഒക്കെ ആയിരിക്കാം പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്നു. ഒത്തിരി ഉണ്ട് എന്ന് പറയുന്നവർ നമുക്ക് ഒത്തിരി കിട്ടിയാൽ നമ്മളുടെ കൂടെ നിൽക്കുകയും ഇവൻ ബുദ്ധിമുട്ടിലാണ്, പൊളിച്ചിലാണ്, വിഷമത്തിലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇട്ടുപോവുകയും ചെയ്യുന്ന സൗഹൃദങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം യഥാർത്ഥത്തിലുള്ള സൗഹൃദങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നീങ്ങുവാൻ ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. പ്രോഗ്രാം ഏതുമാകട്ടെ, നിങ്ങളുടെ അമൂല്യ നിമിഷങ്ങളെ അനശ്വരമാക്കുവാൻ ഓസ്കാർ ഫോട്ടോഗ്രാഫി ചെറുപുഴ. വെഡിംഗ്, ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ, ഇനാഗുറേഷൻസ്, ബർത്ത്ഡേ പാർട്ടീസ്, ആനിവേഴ്സറി, ബേബി ഷവേഴ്സ്, ഇവന്റ്സ്, ഹൗസ് വാമിംഗ്, ഗെറ്റ് ടുഗദർ. പ്രോഗ്രാം ഏതുമാകട്ടെ, പ്രോഗ്രാം കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫോട്ടോസ് പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ഓസ്കാർ ഫോട്ടോഗ്രാഫി ചെറുപുഴ. ലൈവ് ടെലികാസ്റ്റിംഗ്, ഫ്യൂണറൽ ഫംഗ്ഷൻ എന്നിവ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു. ഫോൺ 9447778901.